നമസ്കാരം. വാർത്താ നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവായ KM ഷാജി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ ഒരു പ്രസ്താവനയെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു. അതായത്, പാണക്കാട് തങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി സംഘിയാണ് എന്നാണ് KM ഷാജി പ്രസ്താവിച്ചിരിക്കുന്നത്. പാണക്കാട് തങ്ങന്മാരെയോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ വിമർശിച്ചാൽ ഒരാൾ സംഘിയാകുമോ, ഒരാൾ സംഘപരിവാര രാഷ്ട്രീയം പിന്തുടരുന്ന ആളായി മാറുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏറെക്കാലമായി കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയവാദികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നറേറ്റീവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘിയാണ് എന്നുള്ളത്. പിണറായി തേരേനാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഹാൻഡിലുകളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഏറ്റെടുക്കുകയായിരുന്നു. അത് നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ ഒരാൾ സംഘിയാകുമോ എന്ന ഒരു നറേറ്റീവ് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ വാദമാണ്. മുസ്ലിം ലീഗ് തന്നെ പറയുന്നത് തങ്ങൾ ഏതെങ്കിലും ഒരു മതവാദം നടത്തുന്ന ആളുകളല്ല, മറിച്ച് ഞങ്ങൾ ജനാധിപത്യവാദികളാണ്, ജനാധിപത്യ പാർട്ടിയാണ് നമ്മുടേത് എന്നുള്ള വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് പാണക്കാടുള്ള തങ്ങന്മാർ. അങ്ങനെ ഇരിക്കെ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ, ഒരു ജനാധിപത്യ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ മറ്റൊരാൾ വിമർശിക്കുമ്പോഴേക്കും അയാളുടെ ഐഡിയോളജി എങ്ങനെയാണ് സംഘപരിവാർ ഐഡിയോളജിയായി മാറുന്നത്? കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ തീവ്ര മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നറേറ്റീവാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ എല്ലാവരും സംഘികളാണ് എന്നുള്ളത്. ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ സംഘിയാക്കുക എന്നുള്ളത് അയാളെ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരാളാണ്, അകറ്റി നിർത്തേണ്ട ഒരാളാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനായിരിക്കാം ഇത്തരമൊരു നീക്കം അവർ നടത്തുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത്, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെല്ലാവരും, അതല്ലെങ്കിൽ ഇസ്ലാം രാഷ്ട്രീയത്തെ അനുകൂലിക്കാത്ത ആളുകൾ, അവരെല്ലാവരും സംഘികളാണ് എന്ന് ചാപ്പ കുത്തുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ സഹായിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അതായത്, അവർ ഇവിടെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത്, ഇസ്ലാം പൊളിറ്റിക്സും സംഘപരിവാറും, ഈ രണ്ട് നറേറ്റീവ് മാത്രമേ, അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികൾ മാത്രമേ ഇവിടെ ഉള്ളൂ, രണ്ട് പ്രസ്ഥാനങ്ങൾ, രണ്ട് ആശയങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള ഒരു നറേറ്റീവിനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് എത്രത്തോളം അപകടകരമാണ് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സംഘിച്ചാപ്പയ്ക്ക് വിധേയരാകുന്ന ആളുകളിൽ ഇടതുപക്ഷക്കാർ, പുരോഗമനവാദികൾ, മുസ്ലിം സമുദായം വിട്ട് അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ, നിരീശ്വരവാദികൾ, ഇവരെല്ലാവരും തന്നെ സംഘികളാണ് എന്നുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് KM ഷാജിയുടെ മുഖ്യമന്ത്രിക്കെതിരായ ഇപ്പോഴത്തെ ഈ സംഘിച്ചാപ്പയും കാണേണ്ടത്. അതായത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് എന്നുള്ള രീതിയിലോ സംഘപരിവാറിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന രാജ്യത്തെ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ എന്നുള്ള നിലയിലൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ KM ഷാജി വളരെ എളുപ്പത്തിൽ സംഘിച്ചാപ്പ കുത്തിയിരിക്കുന്നത്. പിണറായി വിജയന്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ നിലപാടുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവിടെ നിൽക്കട്ടെ. ഇതോടൊപ്പം നമുക്കൊരു കാര്യം പരിശോധിക്കാം. എന്തിനാണ് സംഘിച്ചാപ്പ കിട്ടിയത്? വളരെ ലഘുവാണ്. അതായത്, പാണക്കാട് തങ്ങളെ വിമർശിച്ചവർക്ക്. അതായത്, ഇതുവഴി KM ഷാജി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് കേരള മുഖ്യമന്ത്രി സംഘിയാണ് എന്നതിനപ്പുറത്ത് KM ഷാജി ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് തങ്ങളെ വിമർശിക്കുന്ന ആരും സംഘിയായി മാറും എന്നുള്ളതാണ്. താൻ സംഘിയല്ല എന്ന് തെളിയിക്കാനാവണം സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ ചേർന്ന ഉടനെ തന്നെ പാണക്കാട്ടേക്ക് കൊണ്ടുവന്നത്. എന്തായാലും കേരളത്തിൽ ഒരാൾ സംഘപരിവാർ രാഷ്ട്രീയമാണോ പിന്തുടരുന്നത്,
അതല്ല സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണോ പിന്തുടരുന്നത് എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു അതോറിറ്റിയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനവരെ ആര് ചുമതലപ്പെടുത്തിയെന്നൊന്നും ചോദിച്ചേക്കരുത്. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.